പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, വാരാന്ത്യ ധ്യാനത്തിൻ്റെ 2-ാം ദിവസത്തെ ശുശ്രൂഷകളിലേക്ക് എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകത്തിൽ 77-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുക: അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. അത്യുന്നതൻ്റെ ശക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രകടമാകാത്തതാണ് ആ വ്യക്തിയുടെ ദുഃഖത്തിൻ്റെ കാരണമെന്നാണ് ബൈബിൾ വെളിപ്പെടുത്തുക. ഇന്ന് അനേക സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്കായി കടന്നു ചെല്ലുമ്പോൾ അവിടെയൊക്കെ അനേകരുടെ വേദന അവർ പങ്കുവയ്ക്കുന്നത് ഇങ്ങനെയാണ്: അച്ഛാ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നില്ല അച്ഛാ. മറ്റുള്ളവരുടെ അനേകരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നില്ല എന്നുള്ള വേദനയിൽ കഴിയുന്നവരാണ് ഏറിയ പങ്കും. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് വെളിപ്പെടുത്തി തന്നത്: ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് ഇടപെടണമെങ്കിൽ ദൈവം ചില കാര്യങ്ങളൊക്കെ ആ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം ദൈവം ആഗ്രഹിക്കുന്നത് ആ വ്യക്തി ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ അരുളി ചെയ്യുന്നു: നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് തരും. അപ്പോൾ ദൈവത്തിൻ്റെ നിലനിൽക്കുകയും ദൈവത്തിൻ്റെ വാക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരെയാണ് ദൈവം കടാക്ഷിക്കുന്നത് എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. രണ്ടാമതായി 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ മറ്റൊരു വചനം കേൾക്കുന്നു. അതിങ്ങനെയാണ് പറയുക: അവിടുത്തെ അഭീഷ്ടമനുസരിച്ച് നാം എന്തെങ്കിലും ചോദിച്ചാൽ അത് നമുക്ക് ലഭിക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. അവിടുത്തെ അഭീഷ്ടമനുസരിച്ച് നാം എന്തെങ്കിലും ചോദിച്ചാൽ അത് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം ചോദിക്കുന്നതെല്ലാം തരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഏത് പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും അതിനോടൊപ്പം ദൈവമേ, ഇത് അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ നിറവേറ്റി തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടും. പ്രൈസ് ദ ലോർഡ്. യേശുക്രിസ്തു തന്നെയും കാൽവരി കുന്നിൽ കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ, എൻ്റെ ഈ പാനപാത്രം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും യേശു ചേർത്ത് വെച്ചല്ലോ ആ പ്രാർത്ഥന: എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ശൈലിയിൽ മാറ്റം വരുത്തും. അത് നമ്മളെ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഒരവസരം ഒരുക്കി കൊടുക്കും. മൂന്നാമതായി ഒരു പ്രധാനപ്പെട്ട കാര്യം ബൈബിൾ വെളിപ്പെടുത്തുന്നത്, ദൈവം ഒരു വ്യക്തി പാപബന്ധനത്തിലായിരിക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുകയില്ല എന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇതിനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 31-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വചനം പഠിപ്പിക്കുക: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥനയാണ് അവിടുന്ന് കേൾക്കുന്നത്. പറയാമോ? ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ ബന്ധനങ്ങൾ കടന്നു വന്നാൽ അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ടാവില്ല. ഇതിനെക്കുറിച്ച് മറ്റൊരു വചനം പറയുന്നത് ഇങ്ങനെയാണ്. യൂദത്തിൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: തങ്ങളുടെ ദൈവത്തിനെതിരെ ഇസ്രായേൽ ജനം പാപം ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. എന്തെന്നാൽ പാപത്തെ വെറുക്കുന്ന ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനികളുടെ ദൈവം, നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത പാപത്തെ വെറുക്കുകയും
പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തിൻ്റെ ബന്ധനങ്ങളും കെട്ടുകളും ജീവിതത്തിലുള്ളപ്പോൾ അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കുകയില്ല എന്ന് സ്പഷ്ടമായി ബൈബിൾ വെളിപ്പെടുത്തുകയാണ്. പറയാമോ ഹല്ലേലൂയ? സന്തോഷത്തോടെ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 14-ാമത്തെ തിരുവാക്യം ഇങ്ങനെയാണ് പറയുക: നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു, അവ എനിക്ക് ഭാരമായിരിക്കുന്നു, അവ എനിക്ക് ദുസ്സഹമായിരിക്കുന്നു. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാനത് കേൾക്കുകയില്ല. എന്തെന്നാൽ നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാപത്തിൻ്റെ കറപുരണ്ട കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവേ എന്ന് വിളിച്ചാൽ ആ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കണമെന്നില്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? പ്രൈസ് ദി ലോർഡ്. വീണ്ടും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 59-ാം അധ്യായത്തിൽ 2-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുക: നിങ്ങളുടെ അകൃത്യങ്ങൾ നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിങ്ങളുടെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്ന് മറച്ചിരിക്കുന്നു, ആകയാൽ അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാപബന്ധനങ്ങൾ ദൈവത്തിന് നിനക്കും മധ്യേ ഒരു വലിയ ഭിത്തിയായി നിലനിൽക്കൊള്ളുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 1 പത്രോസിൻ്റെ 2:13 പറയുന്നു: കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്ക് നേരെയും അവിടുത്തെ കണ്ണുകൾ അവരുടെ ആ യാചനയ്ക്ക് നേരെയും തുറന്നിരിക്കുന്നു, എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരെന്ന് അവിടുന്ന് മുഖം തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ അതിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുക: അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും, അവിടുന്ന് അവർക്ക് മറുപടി നൽകിയില്ല, അവരുടെ ദുഷ്കർമ്മങ്ങൾ നിമിത്തം അവിടുന്ന് അവരിൽ നിന്ന് മുഖം മറയ്ക്കും. ഈ വചനങ്ങളിലൂടെ ഒരു സത്യം നമുക്ക് ബോധ്യമാവുകയാണ്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നില്ല എന്ന് പരാതിപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടാൻ പറ്റാത്ത രീതിയിലുള്ള ഏതെങ്കിലും പാപബന്ധനങ്ങളുണ്ടോ എന്ന് നാം ധ്യാനിക്കുകയും അവയെ ഉപേക്ഷിക്കുകയും ചെയ്യാൻ തയ്യാറാവണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമ്മൾ വലിയ വലിയ പാപങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ പലപ്പോഴും ശ്രദ്ധിക്കും. വലിയ വലിയ കൊലപാതകമോ വലിയ വലിയ വ്യഭിചാര പാപങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ മോഷണങ്ങളോ ഇങ്ങനെയൊന്നും വലിയ വലിയ പാപങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ അതൃപ്തിക്ക് പാത്രീഭൂതരാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ നിസ്സാരങ്ങളെന്ന് കരുതി ചെയ്യുന്ന ചില പാപങ്ങൾ നമ്മുടെ കുടുംബത്തിനുള്ള അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തും എന്നതാണ് സത്യം. ഇതിനെക്കുറിച്ച് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുക: മദ്യപാനിയായ തൊഴിലാളി ഒരു കാരണവശാലും അഭിവൃദ്ധി പ്രാപിക്കുകയില്ല, ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ അവഗണിക്കുക, അങ്ങനെയുള്ള വ്യക്തികൾ അല്പാൽപമായി നശിക്കും എന്നാണ് ബൈബിൾ വെളിപ്പെടുത്തുക. ഞാനൊരു സുഹൃത്തിൻ്റെ ജീവിതാനുഭവം ഓർക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലബാർ ഭാഗത്തുള്ള കണ്ണൂർ ദേശത്തുള്ള ഒരു സുഹൃത്ത് തൻ്റെ ജീവിതാനുഭവം പങ്കുവച്ചത് ഇങ്ങനെയാണ്. അദ്ദേഹം ഒരു സാധാരണ കൃഷിക്കാരനാണ്, വലിയ സാമ്പത്തികമായിട്ടൊന്നുമില്ല, എങ്കിലും അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഭവനം പണിയണം. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ആ ഭവനം പണി തടസ്സപ്പെട്ട് കിടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ പറമ്പിലുണ്ടായിരുന്ന ഒരാഞ്ഞിലിത്തടി വിറ്റ് ആ കിട്ടുന്ന പണം കൊണ്ട് അദ്ദേഹത്തിന് ഭവനം പണിയാനുള്ള വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. വലിയൊരു ആഞ്ഞിലിത്തടിയാണ്, എങ്ങനെ വന്നാലും അതിന് ഒരു 2.5 ലക്ഷം രൂപയെങ്കിലും കിട്ടുമെന്ന് ഉറപ്പാണ്. എന്നാൽ കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായി വരുന്നവർക്കെല്ലാം ഈ ആഞ്ഞിലി മരം ഇഷ്ടമാണ്, എന്നാൽ അവരാരും 1 ലക്ഷത്തിൽ കൂടുതൽ വില അതിന് പറയുന്നില്ല. ആകപ്പാടെ അദ്ദേഹം അസ്വസ്ഥനായി. ഈ മനുഷ്യൻ എന്നും അല്പം മദ്യപിക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. 3-4 വർഷങ്ങൾ ഇങ്ങനെ നടന്നിട്ടും ഇതിന് വിൽപ്പന നടക്കുന്നില്ല. ഏകദേശം 10-60 ആളുകൾ വന്ന് ഈ മരം കണ്ടു, വില പറയും, പക്ഷേ വിലയോടെടുക്കാതെ വിട്ടുപോവുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തോട് ആരോ പറഞ്ഞു, ഈ തടസ്സങ്ങളൊക്കെ മാറണമെങ്കിൽ താങ്കൾ അട്ടപ്പാടി സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ പോയി ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുക. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ
കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ മനുഷ്യൻ അട്ടപ്പാടിയിൽ വരികയാണ്. അവിടെ വന്നു, അന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്തു. ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവുണ്ടായി. ഞാൻ മദ്യപിച്ച് വലിയ ബഹളം ഉണ്ടാക്കുന്ന വ്യക്തിയൊന്നുമല്ല, എൻ്റെ കുടുംബത്തിൽ ഞാൻ ഒരു വഴക്കാളിയല്ല, എങ്കിലും അല്പമെങ്കിലും മദ്യം ഞാൻ ദിവസവും കഴിക്കുന്ന വ്യക്തിയാണ്. വിശേഷ ദിവസങ്ങൾ കൂട്ടുകാരൊത്ത് മദ്യപിച്ച സമയം ചെലവഴിക്കുന്ന വ്യക്തിയാണ്. സന്ധ്യാപ്രാർത്ഥനയിൽ സ്ഥിരമായി വരാത്ത വ്യക്തിയാണ്. ഇങ്ങനെയുള്ള ചില തിരിച്ചറിവുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. അദ്ദേഹം തീരുമാനമെടുത്തു, ദൈവമേ, ഞാൻ ഇന്നു മുതൽ ഈ ചെറിയ ചെറിയ പാപങ്ങളാണെങ്കിലും അത് ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു. നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയാണെങ്കിൽ ഞാൻ നിനക്ക് സാക്ഷിയായി മാറും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് അവിടുന്ന് അല്പം വെഞ്ചരിച്ച മണ്ണ് കൊണ്ടുപോയി ആ ആഞ്ഞലി മരത്തിന് ചുറ്റും അദ്ദേഹം ഇട്ടു. എന്നിട്ട് അദ്ദേഹം അന്നു മുതൽ മദ്യപാനം നിർത്തി. അദ്ദേഹം അന്നു മുതൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ചേരാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സുഹൃത്ത് എന്നോട് പറയുകയാണ്, വെള്ളിയാഴ്ച അട്ടപ്പാടിയിൽ വന്ന് ധ്യാനം കൂടി, എന്നാൽ പിറ്റത്തെ തിങ്കളാഴ്ച തന്നെ 2,24,000 രൂപയ്ക്ക് ആ ആഞ്ഞലി മരത്തിൻ്റെ കച്ചവടം നടക്കുകയാണ്. വീണ്ടും അത് വിറ്റയാൾക്ക് 80,000 രൂപ വീണ്ടും ലാഭത്തിൽ അദ്ദേഹം മറിച്ച് വിറ്റു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കടബാധ്യതകൾ ക്രമീകരിക്കപ്പെടുകയും ഒരു ഭവനം പണിയാനുള്ള ഒരു വഴി ദൈവം തുറന്നു കൊടുക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സഹോദരൻ അറിയിച്ചത് ഇങ്ങനെയാണ്, അതിനുശേഷം ലഹരിയായിട്ട് ഒരു സോഡ പോലും ഞാൻ കുടിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേക സ്ഥലങ്ങളിൽ അച്ഛൻ കൺവെൻഷനും ധ്യാനിപ്പിക്കുവാനുമായി കടന്നു ചെല്ലുമ്പോൾ പലരും വന്ന് പറയാറുണ്ട്, ജോലി തടസ്സമുണ്ട്, വിവാഹ തടസ്സമുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, കുടുംബത്തിൽ അസ്വസ്ഥതകളുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കും അവരോട്, നിങ്ങളുടെ ജീവിതത്തിൽ ചെറുതെന്ന് കരുതി നിങ്ങൾ തള്ളിക്കളയുന്ന കുറച്ച് പാപങ്ങളുടെ കെട്ടുകളുണ്ടോ? പലരുടെയും ജീവിതത്തിൽ അതുണ്ട്. അത് ഉപേക്ഷിക്കാൻ പലരും തയ്യാറാകുന്നില്ല. ഈ പാപം ഉപേക്ഷിക്കാതെ തന്നെ ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണം എന്നാണ് അനേകർ ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അത് സാധ്യമല്ല. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് കഴിയുമ്പോൾ ആ പാപങ്ങൾ യേശു പൂർണ്ണമായി ക്ഷമിക്കുകയും നമ്മളെ അനുഗ്രഹത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഞാൻ മറ്റൊരു സംഭവം ഓർക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂനമാവ് കൺവെൻഷനിൽ ഒരിക്കൽ പങ്കെടുക്കുമ്പോൾ അവിടെ ഒരു മകൻ സാക്ഷ്യപ്പെടുത്തിയത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് ചാക്കോ പറപ്പള്ളിൽ എന്നാണ്. ആ സഹോദരൻ പറഞ്ഞത് ഇങ്ങനെയാണ്, കഴിഞ്ഞ വർഷത്തെ തലേ വർഷത്തെ കൂനമാവ് കൺവെൻഷനിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ വേദനയുണ്ടായിരുന്നു. അവിടെ മക്കളെ ലഭിക്കാത്ത ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. 10 വർഷമായി വിവാഹം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം ലഭിക്കാത്ത തൻ്റെ ആ മകൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും ഇദ്ദേഹം കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ഈ മനുഷ്യന് 65 വയസ്സ് പ്രായമുണ്ട്. ഈ സഹോദരൻ അന്നത്തെ ധ്യാനത്തിൽ സംബന്ധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവുണ്ടായി. ഏകദേശം 35 വർഷം മുമ്പ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ആലോചിച്ച് ഒരു കുഞ്ഞിനെ അബോർഷൻ നടത്തി. ഈ പാപം പല ധ്യാനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഈ സഹോദരൻ പറഞ്ഞു കുമ്പസാരിച്ചില്ല. അദ്ദേഹം ചിന്തിച്ചത് ഇങ്ങനെയാണ്, അബോർഷൻ നടത്തിയത് ഭാര്യയല്ലേ, അവൾ ധ്യാനത്തിൽ കൂടുന്നുണ്ടല്ലോ, അവൾ അത് പറഞ്ഞ് കുമ്പസാരിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്താണ് പ്രശ്നം എന്ന് കരുതി അദ്ദേഹം അതിനെ ഗൗരവമായിട്ടെടുത്തില്ല. എന്നാൽ അന്നത്തെ ആ ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ ഒരു വ്യക്തിക്ക് പാപത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ, പാപത്തിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അതും വലിയ തിന്മയാണെന്ന് തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. ആ കൺവെൻഷനിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ ഏകദേശം 35 വർഷം മുമ്പ് ചെയ്തു പോയ ആ പാപം ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റത്തെ കൺവെൻഷൻ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ്, ഇന്ന് 10 വർഷമായി കുഞ്ഞുങ്ങളില്ലാതിരുന്ന എൻ്റെ മകൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു. അത് മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റുപറയാതിരുന്ന ഒരു പാപബന്ധനം കൊണ്ടാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നു. പറയാമോ ഹല്ലേലൂയ? സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിൻ്റെ ജീവിതത്തിൽ അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകുന്നില്ല എന്ന് പരാതി പറയുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ, നീ പ്രവർത്തിക്കുന്ന മേഖലകളിലൊന്നും ദൈവാനുഗ്രഹം കടന്നു വരുന്നില്ല എന്ന് നീ വിലപിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ഈ രാത്രിയിൽ ദൈവസന്നിധി ചിന്തിച്ചു നോക്കുക. ചെറുതെന്ന് കരുതി നീ അവഗണിക്കുന്ന എത്രയോ പാവങ്ങളുണ്ട്. നാവിൽ തെറിവാക്കുകൾ പറയുക, ചീത്ത വിളിക്കുക, കുറ്റം പറയുക,
ഫോണിലൂടെ മോശമായി സംസാരിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് വിധിക്കുക, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞു പരത്തുക, അന്യായമായി ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക, സഭയുടെയോ ഗവൺമെൻറ്റിൻ്റെയോ നിയമങ്ങൾ അനുസരിക്കാതിരിക്കുക, ഇങ്ങനെ നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്ന ഒത്തിരിയേറെ കാര്യങ്ങളിലൂടെ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് തടസ്സപ്പെട്ട് കിട്ടിയേക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിതത്തിൽ പാപങ്ങൾ ഉപേക്ഷിച്ച് കഴിയുമ്പോഴാണ് ദൈവം അവർക്ക് അനുഗ്രഹത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുക. ഒരു വ്യക്തി പാപം ചെയ്തു കഴിയുമ്പോൾ ആ വ്യക്തിയിൽ 3 തരത്തിലുള്ള അല്ലെങ്കിൽ 3 മേഖലകളിലാണ് തടസ്സങ്ങളും അസ്വസ്ഥതകളും കടന്നു വരിക. അതിൻ്റെ ഒന്നാമത്തെ മേഖലയാണ് നാം ഇപ്പോൾ കണ്ടത്. ഒരു വ്യക്തി പാപം ചെയ്തു കഴിയുമ്പോൾ സാമ്പത്തിക മേഖലകളിൽ ആ വ്യക്തിക്ക് തടസ്സങ്ങളും തകർച്ചകളും അസ്വസ്ഥതകളും വന്നേക്കാം. കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ സംഭവിച്ചേക്കാം. ഇതൊക്കെ ഒരു പാപം ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ആദ്യത്തെ പടിയാണ്. ഇതിൻ്റെ രണ്ടാമത്തെ പടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി പാപം ചെയ്തു കഴിയുമ്പോൾ ആ വ്യക്തി ചെയ്യുന്ന ആ പാപത്തിൻ്റെ അടിമയായിട്ട് മാറുന്നു എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 34-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുക: പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ അനുസരണമുള്ള ദാസന്മാരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമകളായി തീരുകയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? പ്രൈസ് ദ ലോർഡ്. പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ആവർത്തിച്ച് ഒരു പാപം ചെയ്തു കഴിയുമ്പോൾ ആ വ്യക്തി ആ പാപത്തിൻ്റെ അടിമയായിട്ട് മാറും. ഇതിനെക്കുറിച്ചാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പസ്തോലൻ തൻ്റെ ദുർസ്ഥിതിയെക്കുറിച്ച് വിവരിക്കുക. അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പസ്തോലൻ പറയുകയാണ്, ഇച്ഛിക്കുന്ന നന്മയല്ല മറിച്ച് ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് പ്രവർത്തിക്കുന്നത് ഞാനല്ല, മറിച്ച് എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. ഇന്ന് അനേകം വ്യക്തികൾ അച്ഛനോട് സംസാരിക്കുമ്പോൾ പറയും, അച്ഛാ മദ്യപാനം ഉപേക്ഷിക്കണമെന്നുണ്ട്, പറ്റുന്നില്ല അച്ഛാ. അച്ഛാ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല അച്ഛാ. അച്ഛാ തെറി വിളിക്കരുതെന്നും ചീത്ത പറയരുതെന്നും ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല അച്ഛാ. എന്താ സംഭവിച്ചിരിക്കുക? ആവർത്തിച്ച് ഈ പാപം ചെയ്യുക വഴി അവരുടെ ഹൃദയത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരെല്ലാം പാപത്തിന് അടിമകളായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുവാക്യം, തങ്ങളുടെ ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോകാൻ അവർക്ക് കഴിയുന്നില്ല, എന്തെന്നാൽ അവരിൽ വ്യഭിചാര ദുർഭൂതം കുടികൊള്ളുന്നു. ഒരു വ്യക്തി ആവർത്തിച്ച് വ്യഭിചാരമെന്ന പാപം ചെയ്യുമ്പോൾ അതിൻ്റെ ദുർഭൂതമാണ് അവരെ പിടികൂടുക. വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കാണുന്നു 1 രാജാക്കന്മാരുടെ 22-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് എങ്ങനെയാണ്? അവരുടെ നാവിൽ നുണയുടെ ആത്മാവായി ഞാൻ പോയിരിക്കും. ഒരു വ്യക്തി ആവർത്തിച്ച് നുണ പറയുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ആ ഒരു അരൂപി കടന്നു ചെല്ലും. ആ അരൂപി അദ്ദേഹത്തെ കൊണ്ട് അതേ പാപം ചെയ്യിച്ചുകൊണ്ടേയിരിക്കും. പറയാമോ ഹല്ലേലൂയ? സന്തോഷത്തോടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദ ലോർഡ്. മൂന്നാമതായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി പാപം ചെയ്തു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലുതും ഏറ്റവും വേദനാജനകവുമായ ഒരു അവസ്ഥയാണ് ആ വ്യക്തിയുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് വേദനയോടുകൂടി ഇറങ്ങിപ്പോവുക എന്നുള്ളത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വ്യക്തിയുടെ ശരീരത്തിന് വിലയുള്ളത്. 1 കൊരിന്ത്യൻസിൻ്റെ 3-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് കുറിച്ച് വച്ചിരിക്കുക: നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ആ ആലയം പരിശുദ്ധമാണ്. ഈ ആലയം നിങ്ങൾ ഓരോരുത്തരുമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ ലോകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് അവൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ദൈവത്തിൻ്റെ ആത്മാവിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ശരീരത്തെ അശുദ്ധമാക്കുന്ന പാപങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നിർവീര്യമാകും.
ദൈവത്തിൻ്റെ ആത്മാവ് വേദനയോടെ പടിയിറങ്ങും. അവസാനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് പാപം ചെയ്യുന്നോ അതിൻ്റെ ദുരാത്മാവ് ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് കയറി വരും. അതാണല്ലോ നമ്മൾ കാണുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ അതിൻ്റെ 16-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്, സാവൂൾ എന്ന രാജാവിലേക്ക് ദൈവം തൻ്റെ ആത്മാവിനെ നിവേശിപ്പിച്ചെങ്കിലും അവസാനം സാവൂൾ ദൈവത്തിന് വചനം ധിക്കരിച്ച് തിരസ്കൃതനായപ്പോൾ വചനം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടകന്നു പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദുരാത്മാവിനെ ആട്ടിപ്പായിക്കുവാനായിട്ടാണല്ലോ ദാവീദ് ആ കൊട്ടാരത്തിലേക്ക് കിന്നരം വായിക്കാൻ കടന്നു വരുന്നതും പിന്നീട് ദാവീദ് രാജ്യഭാരം ഏറ്റെടുക്കുന്നതുമൊക്കെ. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ് ആത്മാവ് നഷ്ടപ്പെടുക എന്നുള്ളത്. പ്രിയപ്പെട്ട മക്കളെ, ഈ ലോകത്തിൽ ആത്മാവ് നഷ്ടപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് ഒരു മൃതതുല്യമായ ജീവിതമാണെന്ന് ബൈബിൾ വെളിപ്പെടുത്തുകയാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വചനത്തിൽ അതിൻ്റെ അവസാന ഭാഗം പറയുന്നു, നിങ്ങളുടെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, ജീവിച്ചിരിക്കുന്നതാണ് നിന്നെക്കുറിച്ച് നിങ്ങൾ പറയുന്നത്, എന്നാൽ നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചതിന് തുല്യമാണ്. 1 തിമോത്തി 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നു, സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൻ്റെ മനസ്സ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചതിന് തുല്യമാണ്. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഈ ലോകത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മിടുക്കനും മിടുക്കിയുമായി ജീവിക്കാൻ പറ്റും. ഒരുപക്ഷെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടാലും, നിൻ്റെ ഹൃദയത്തിൽ ആത്മാവ് വേദനയോടെ പടിയിറങ്ങിയാലും അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ നിൻ്റെ ഹൃദയം അന്ധമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിനക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, സാംസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിത കഥ. ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ മകൻ, ആ മകൻ്റെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് അരുളി ചെയ്തിരുന്നു, നീ നാസീർ വ്രതം കാത്തു സൂക്ഷിക്കേണ്ട വ്യക്തിയാണ്, നീ പാപം ചെയ്യാൻ പാടില്ല, മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല, പരസ്ത്രീ ബന്ധം പാടില്ല. അങ്ങനെയൊക്കെ അവന് കർശന നിർദ്ദേശം നൽകി ആത്മാവിനെ നിറച്ച വ്യക്തിയായിരുന്നു സാംസൺ. എന്നാൽ എന്താണ് സംഭവിച്ചത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിലീല എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ മടിയിൽ തലവെച്ച് കിടന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വേദനയോടെ അവൻ്റെ ഹൃദയത്തിൽ നകന്നുപോയി. മദ്യവും ലഹരി പദാർത്ഥങ്ങളും അവൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഹൃദയത്തിൽ ഇറങ്ങിപ്പോയി. എന്നാൽ വചനം പറയുന്നു, കർത്താവിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയ കാര്യം സാംസൺ മാത്രം അറിഞ്ഞില്ല, ആ വ്യക്തി മാത്രം അറിഞ്ഞില്ല. ഇന്നും ഈ നമുക്ക് ചുറ്റും അനേകം വ്യക്തികൾ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. പുറമേ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും നല്ല രീതിയിൽ കഴിയുന്നവർ, എന്നാൽ അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയ കാര്യം അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ഹൃദയം അന്ധമായിരിക്കുകയാണ്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ രാത്രിയിൽ നിൻ്റെ കുടുംബ ജീവിതത്തിലേക്ക്, നിൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരാമോ? നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ട് എന്ന് നിനക്ക് കരളുറപ്പോടെ പറയാൻ പറ്റുന്ന അവസ്ഥയിലാണോ നീ കഴിയുക? ഇല്ലെങ്കിൽ പ്രിയ മക്കളെ, മത്തായി 16:26, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്താണ് പ്രതിഫലം? ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ തിന്മയെന്ന് പറയുന്നത് ആത്മാവിനെക്കുറിച്ച് ചിന്തയില്ലാതെ ശരീരസുഖത്തിനും ജഡത്തിനും അനുസരണമായിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ് പിശാച് നമുക്ക് വെച്ചു തരിക. വളരെ പ്രത്യേകമായി പ്രിയ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ പിശാച് ഒരു ദൈവ പൈതലിനെ കെണിയിൽ വീഴിക്കാൻ ശ്രമിക്കുമ്പോൾ ജഡിക പ്രവണത അനുസരിച്ച് ജീവിക്കാനുള്ള പ്രചോദനമാണ് നൽകുക. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജഡികരായി നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും മരിക്കും. ജഡിക പ്രവണതയനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാവില്ല. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക, എൻ്റെ ജീവിതം ജഡപ്രകാരമുള്ള ഒരു ജീവിതമാണോ? പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങൾ പറയുന്നു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിലാഷങ്ങൾക്ക് നിങ്ങൾ അടിപ്പെടരുത്, അതൊരു കാളക്കുറ്റനെ പോലെ നിങ്ങളെ കുത്തിക്കീറും, അത് നിങ്ങളുടെ ഫലങ്ങൾ ഭക്ഷിക്കുകയും ഇലകൾ നശിപ്പിക്കുകയും ചെയ്യും, നിങ്ങളൊരു ഉണക്ക മരമായിട്ട് മാറും. പ്രിയ ദൈവ പൈതലെ, ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവിനെക്കുറിച്ച് തിരിച്ചറിവുള്ള വ്യക്തിയായിട്ട് മാറണം. ഈ ശരീരത്തിൻ്റെ തിന്മകളെ, ശരീരത്തിൻ്റെ പ്രവണതകളെ, തൃഷ്ണകളെ, അതിനെ പൂർത്തീകരിക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വേദനയോടെ പടിയിറങ്ങും.
അതുകൊണ്ടാണ് ലൂക്കാസ് വിശേഷത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുക്രിസ്തു പഠിപ്പിക്കുന്നത് 21-ാം അധ്യായത്തിൽ 34-35 വചനങ്ങളിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ 2-3 തിന്മകളെക്കുറിച്ച് അക്കമുട്ടി പറയുകയാണ്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. ഇവ ഒരു കെണി പോലെ നിങ്ങളിവ നിബന്ധിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇന്ന് അനേകം മക്കൾ ഈ ബന്ധനങ്ങൾ കെട്ട് നട്ടോട്ടം തിരിയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയ കാര്യങ്ങൾക്ക് വില കൊടുക്കാൻ നേരെയില്ല, പള്ളിയിൽ പോകാൻ നേരെയില്ല, ഞായറാഴ്ച മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കാൻ നേരെയില്ല, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നേരമില്ല, ധ്യാന പ്രാർത്ഥനകൾ പങ്കെടുക്കാൻ സമയമില്ല, ശാലോം ചാനലിന് മുമ്പിലിരുന്ന് അല്പം നല്ല നല്ല ദൈവീക കാര്യങ്ങൾ കേൾക്കാൻ നേരമില്ല. അതിനൊക്കെ അപ്പുറത്ത് സുഖലോലുപതയും ജീവിത വ്യഗ്രതയും മദ്യാസക്തിയും ലഹരി മരുന്നുകളുടെ അടിമത്വവുമൊക്കെ ഇന്ന് അനേകം മക്കളെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് പ്രിയ സഹോദര സഹോദരി, ദൈവത്തിൻ്റെ അനുഗ്രഹം നിനക്ക് എങ്ങനെ കടന്നു വരും? അതുകൊണ്ട് നീ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് ഒരു നല്ല അനുതപത്തോടെയുള്ള ഒരു കുമ്പസാരം നടത്തി ഒരു പുതിയ സൃഷ്ടിയായി തീരാൻ നീ ആഗ്രഹിക്കുക. പ്രിയ മക്കളെ, അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക. നാളെ നാളെ എന്ന് പറഞ്ഞ് നിൻ്റെ ജീവിതത്തിൽ നീ മാനസാന്തരം മാറ്റിവെക്കരുത്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 7-ാം വാക്യം, കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ നാളെ എന്ന് പറഞ്ഞ് നീ മാനസാന്തരം നീട്ടിവെക്കരുത്. ഒരുപക്ഷെ ഈ രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന ഏതെങ്കിലും ഒരു ദൈവ പൈതലിന് ദൈവം നൽകുന്ന ഒരു ദൂതായിരിക്കാം ഇത്. അത്തിവൃക്ഷത്തിൻ്റെ ഉപമയിലൂടെ യേശുക്രിസ്തു അത് തന്നെയല്ലേ പഠിപ്പിക്കുന്നത്? ആ ഫലം നൽകേണ്ട 3 വർഷക്കാലം കഴിഞ്ഞിട്ടും ഫലം നൽകാതെ തഴച്ചു നിലർന്ന ആ അത്തിവൃക്ഷത്തെ വെട്ടി നിരപ്പാക്കാൻ അതിൻ്റെ യജമാനൻ കൽപ്പിക്കുമ്പോൾ കൃഷിക്കാരൻ പറയുകയാണ്, യജമാനനെ 1 വർഷം കൂടെ നിൽക്കട്ടെ, വേണമെങ്കിൽ ഞാൻ അല്പം കൂടി വെള്ളവും വളവും കൊടുത്തു നോക്കാം, അത് ഒരു വർഷം കൊണ്ട് ഫലം കാഴ്ചയേക്കാം, അത് തന്നില്ലെങ്കിൽ ഒരുപക്ഷെ അതിനെ അങ്ങേക്ക് വെട്ടിക്കളയാം. പ്രിയപ്പെട്ട മക്കളെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു സത്യമല്ലേ? നീട്ടിത്തരുന്ന ഓരോ ദിവസവും ദൈവത്തെങ്കിലേക്ക് തിരികെ ചെല്ലാൻ ദൈവം വെച്ചു നീട്ടുന്ന അവസരങ്ങളാണെന്ന് എന്തേ മനസ്സിലാക്കാതെ പോകുന്നു? ഇന്ന് ഗർവത്തോടെ സംസാരിക്കുന്ന മനുഷ്യൻ നാളെ രോഗശൈലിയിൽ കിടക്കുമ്പോൾ, മൃതനായി കിടക്കുന്നത് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. എത്രയോ ആയുസ്സും ആരോഗ്യം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം പറഞ്ഞിങ്ങനെയാണ്, പാപികൾ പാപവിമുക്തരാകുവാനും അങ്ങിൽ പ്രത്യാശ അർപ്പിക്കുവാനുമായി അവിടുന്ന് പാപികളെ പടിപടിയായി തിരുത്തുകയും അവർ ചെയ്ത സംഗതികൾ ഏവയെന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ദൈവം ഒത്തിരിയേറെ അവസരങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ബൈബിളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവപൈതലെ ഓർക്കുക, ദൈവം എത്രയോ കരുണാസമ്പന്നനായ ദൈവമാണ്. അവൻ അനുതപിക്കുന്ന പാപികളെ മാറോട് ചേർക്കുന്ന ദൈവമല്ലേ? യേശുവിൻ്റെ സവിധത്തിലേക്ക് കടന്നു വന്ന ഒരൊറ്റ പാപി പോലും അനുഗ്രഹം പ്രാപിക്കാതെ കടന്നു പോയിട്ടില്ലല്ലോ. വലിയ പാപങ്ങൾക്കടിപ്പെട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കടന്നു വന്ന പാപിനിയായ സ്ത്രീ, കല്ലെറിഞ്ഞ് കൊല്ലേണ്ട അത്രമാത്രം ഗൗരവമായ കുറ്റം ചുമത്തപ്പെട്ടവൾ, അവളോട് യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെയും കാണാതായ നാണയത്തുട്ടിൻ്റെയും കുഞ്ഞാടിൻ്റെ ഉപമയിലൂടെ ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞു വെക്കുന്നത് എന്താണ്? എല്ലാം നശിപ്പിച്ച് കടന്നുപോയ വ്യക്തികൾ അവരെല്ലാവരും തിരിച്ചു വരുമ്പോൾ പൂർവാധികം ശക്തിയോടെ അവരെ സ്വീകരിക്കാൻ നിറകണ്ണുകളുമായി കാത്തു നിൽക്കുന്ന ഒരപ്പൻ, സ്വർഗസ്ഥനായ പിതാവല്ലെങ്കിൽ പിന്നെ ആരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അതുകൊണ്ട് ഇന്ന് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു തീരുമാനമെടുക്കാം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയ വലിയ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന വ്യക്തിയാകാതെ സ്വയം എളിമപ്പെടുക. ഞാനും ഒരു പാപിയാണ്, വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഒത്തിരിയേറെ പാപങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. ആ പാപങ്ങളിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം. എൻ്റെ ജീവിതത്തിൽ ചില പുത്തൻ തീരുമാനങ്ങളെടുത്ത് പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കണം. എങ്കിൽ തീർച്ചയായും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവമായ കർത്താവ് ഇടപെടും. പറയാമോ ഹാലേലൂയ? സന്തോഷത്തോടെ ഹാലേലൂയ. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 24-മുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് വെളിപ്പെടുത്തുക, പശ്ചാത്തപിക്കുന്നവർക്ക് മടങ്ങി വരാൻ അവസരം നൽകും, ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. പശ്ചാത്തപിക്കുന്ന ഏതൊരു മകനെയും ഏതൊരു മകളെയും പ്രിയപ്പെട്ട സഹോദര സഹോദരി മാറോട് ചേർക്കാൻ തയ്യാറായിട്ടാണ് യേശു നിൽക്കുക. നമുക്കറിയാം, ബൈബിളിൽ 2 വ്യക്തികളെക്കുറിച്ച് വെളിപ്പെടുന്നുണ്ട്. യേശുവിൻ്റെ പ്രിയപ്പെട്ട 2 ശിഷ്യർ, ഒന്ന് പത്രോസും മറ്റൊന്ന് യൂദാസും. വാസ്തവത്തിൽ നമ്മൾ ഈ ഒരു 2 വ്യക്തിത്വത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വാസ്തവത്തിൽ യൂദാസിനേക്കാൾ വലിയ പാപം ചെയ്ത ആളാണ് പത്രോസ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം യൂദാസ് എന്ന് പറയുന്ന വ്യക്തി അവൻ സാധാരണ ഒരു മനുഷ്യനായിരുന്നു, ഒരു പച്ച മനുഷ്യൻ.
യേശുവിനെ ഒന്ന് കാണിച്ചു കൊടുത്താൽ കുറച്ച് കാശ് കിട്ടും. മാത്രമല്ല യേശു തന്ത്രപരമായി അവരുടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമെന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ് അദ്ദേഹം യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തയ്യാറായത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണല്ലോ യേശു നിസ്സഹായനായി പിടിക്കപ്പെട്ടുവെന്ന് കേട്ടപ്പോൾ തനിക്ക് ലഭിച്ച നാണയത്തുട്ടുകൾ ദേവാലയത്തിൽ വലിച്ചെറിഞ്ഞ് അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്തത്. എന്നാൽ പത്രോസ് ആകട്ടെ, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ് യേശുവിനോട് ചേർന്നിരുന്ന പത്രോസ്, ഈ സഭയുടെ അധികാരിയായി തൻ്റെ ആ പ്രേക്ഷിത ഗണത്തിൻ്റെ തലവനായി നിയമിച്ച പത്രോസ് ഒരു പൊടിപ്പെണ്ണിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ അവനെ അറിയില്ല എന്ന് പറഞ്ഞ് യേശുവിനെ ഉപേക്ഷിച്ച് ഓടി മറഞ്ഞ അവൻ യൂദാസിനേക്കാൾ വലിയ പാപം ചെയ്ത വ്യക്തിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. എങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർത്തു നോക്കുക, പത്രോസ് തൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് ഉള്ളുരുകി കരഞ്ഞ് അവൻ അതിനെ പ്രായശ്ചിത്ത പ്രവൃത്തി ചെയ്തപ്പോൾ അവൻ സഭയുടെ തലവനായി വീണ്ടും ഉയർത്തപ്പെട്ടു. അവൻ സഭയിലെ വിശുദ്ധ വ്യക്തിയായി മാറി. എന്നാൽ യൂദാസ് എന്ത് ചെയ്തു? തൻ്റെ കുറ്റബോധത്താൽ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ മടി കാണിച്ചുകൊണ്ട് ആ കുറ്റബോധത്താൽ തൻ്റെ ജീവിതം ഒരു മുഴം കയറിൽ അവസാനിപ്പിച്ചപ്പോൾ അവൻ ഏറ്റവും തിരസ്കൃതനായ ഒരു ശിഷ്യനായി മാറി. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അനുഭവമാണ് പ്രിയപ്പെട്ട സഹോദര സഹോദരി. നിൻ്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിലേക്ക് കുറ്റബോധം കൊണ്ട് നീ കടന്നു വരേണ്ട കാര്യമില്ല. പശ്ചാത്താപത്തോടെ കടന്നു വന്ന് അവൻ്റെ കാൽപാദത്തിൽ വന്ന് ഒന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ നിൻ്റെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കുമല്ലോ. യെശയ്യാ പ്രവചനത്തിൽ 1-ാം അധ്യായം 18-ാം വാക്യം, നിൻ്റെ പാപം കടും ചുമപ്പാണെങ്കിലും രക്തവർണ്ണമാണെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കാൻ, മഞ്ഞുപോലെ വെളുപ്പിക്കാൻ ദൈവം തയ്യാറായി നിൽക്കുന്നില്ലേ? കുഞ്ഞുമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, സഭാപ്രസംഗൻ്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം, യാതൊന്നിലും എനിക്ക് സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കുന്നതിന് മുമ്പ് നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ സ്മരിക്കണം. എനിക്കിനിയും അനേക വർഷങ്ങളുണ്ട്, എനിക്കിനി ഇഷ്ടംപോലെ സ്വത്തുണ്ട്, എൻ്റെ ഹൃദയം ആനന്ദിച്ചുല്ലസിക്കട്ടെ, ഞാൻ വലിയ അറപ്പുരകൾ പണിയും, അതുകൊണ്ട് ഞാൻ ഇനി ആഹ്ലാദിക്കുമെന്ന് പറഞ്ഞ ആ ഭോഷനായ ധനികനോട് ദൈവം ചോദിക്കുന്നില്ലേ, ഭോഷ, ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ ഞാൻ ആവശ്യപ്പെട്ടാൽ ഈ സമ്പാദിച്ചതെല്ലാം ആരുടേതായി മാറും? ദൈവത്തെ മറന്ന് ദൈവീക കാര്യങ്ങൾക്ക് വില കൊടുക്കാതെ വ്യർത്ഥ കാര്യങ്ങളിൽ ജീവിതവും മനസ്സും കുടുക്കിയിട്ട് ദൈവത്തിന് അകന്ന് ജീവിക്കുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിന്നോട് ദൈവമായ കർത്താവ് ചോദിക്കുന്നു, ഇതാ നിനക്ക് ഒരവസരം ഞാൻ തരുന്നു. നിൻ്റെ ജീവിതത്തിൽ നിനക്ക് എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. നിന്റെ മുമ്പിൽ അഗ്നിയും ജലവും ഞാൻ വെച്ചിട്ടുണ്ട്, ജീവനും മരണവും വെച്ചിട്ടുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് ലഭിക്കും. ഈ രാത്രിയിൽ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം, ദൈവമേ, അങ്ങയുടെ പ്രിയപ്പെട്ട മകനും മകളുമായി ജീവിക്കാൻ കൃപ നൽകണം. ചെറിയ പാപങ്ങൾ പോലും എനിക്ക് സ്വർഗ സൗഭാഗ്യത്തിന് എന്നെ അനർഹനാക്കുമെന്നുള്ള ബോധ്യത്തോടു കൂടി, പാപം എൻ്റെ ജീവിതത്തിൽ എന്നെ അടിമയാക്കി മാറ്റുമെന്നും പാപം ചെയ്യുക വഴി ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്ന ബോധ്യത്തോടു കൂടി ദൈവസന്നിധിയിൽ അനുതാപത്തോടു കൂടി ഈ ദിവസമായിരിക്കാം. ഒരു നിമിഷം നമുക്ക് എണീറ്റ് നിൽക്കാം പ്രിയപ്പെട്ടവരെ, കണ്ണടച്ചു പിടിക്കാം, രണ്ട് കാര്യങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഓ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ എല്ലാ പാപങ്ങളെയും അങ്ങയുടെ സന്നിധി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് വേണ്ടത് ദൈവമേ കുറ്റബോധമല്ല, മറിച്ച് ആഴത്തിലുള്ള അനുതാപവും പശ്ചാത്താപവുമാണ്. ദൈവമേ, എൻ്റെ ജീവിതം മനസാന്തരപ്പെട്ടൊരു ജീവിതമായി മാറണം. വിശുദ്ധ അഗസ്തീനോസ്, ഈ ലോകത്തിൻ്റെ പാപസുഖങ്ങളിൽ മുഴുകിക്കിടന്ന മനുഷ്യൻ, തിരിച്ചറിവുണ്ടായി പാപത്തെ വെറുത്തുപേക്ഷിച്ച് ദൈവത്തിൻ്റെ സ്വന്തമായി പ്രിയപ്പെട്ടവനായി മാറിയപ്പോൾ സഭയിലെ വിശുദ്ധനായി മാറിയില്ലേ? എത്രയോ വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ പാപത്തെ വെറുത്തുപേക്ഷിച്ച് ദൈവത്തിന് ചേർന്നവരായി ജീവിച്ചു. ദൈവമേ, കഴിഞ്ഞ കാല ജീവിതത്തിൽ പലതവണ തീരുമാനങ്ങൾ എടുത്തു, എങ്കിലും എനിക്ക് വിജയം വരിക്കാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവ് സഹായകനായി കടന്നു വരട്ടെ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ചെറിയ പാപങ്ങൾ പോലും ഉപേക്ഷിച്ച് വിശുദ്ധിയോടെ ജീവിക്കാൻ കൃപ ലഭിക്കും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഞാനിതാ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. പാപികളുടെ സങ്കേതമായ അമ്മേ, ആഴത്തിലുള്ള അനുതാപത്തോടുകൂടി അമ്മയുടെ പ്രിയപുത്രൻ്റെ പ്രിയപ്പെട്ട മക്കളായി ഈ ലോകത്തിൽ ആത്മശരീര നൈർമല്യത്തോടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ആമേൻ. യേശുവിനെ നോക്കി എല്ലാവരും ചേർന്ന് പാടാം. ഹല്ലേലൂയ 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 ആമേൻ. ആരാധനയോടെ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ചേർന്ന് പാടാമോ? ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ കൈകൾ വീശി ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. രണ്ട് കണ്ണുകളും തുറന്ന് യേശുവിനെ നോക്കി കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. നമുക്ക് വേണ്ടി കാൽവരി കുന്നിൽ വേദനകളേറ്റ് പിടഞ്ഞു മരിച്ച യേശു, നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കുവാൻ സ്വയം ശിക്ഷ ഏറ്റുവാങ്ങിയ യേശു ഇതാ നമുക്ക് വേണ്ടി അൾത്താരയിലുണ്ട്. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനാണ് അവിടുന്ന്, ഞങ്ങൾക്ക് വേണ്ടി മുറിവേൽക്കപ്പെട്ടവനാണ് അവിടുന്ന്, ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടവനാണ് അവിടുന്ന്. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന ആരാധന. ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പാടുപീഡകൾ ഏറ്റ് കുരിശിൽ ഞങ്ങളുടെ പാപപരിഹാര ബലിയായി തീർന്ന് ഞങ്ങളെ പാപത്തിന്റെയും മരണത്തിന്റെയും ശാപത്തിന്റെയും വിടുതൽ നൽകി അനുഗ്രഹിച്ച ദൈവമേ, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കരങ്ങളൊക്കെ ദൈവത്തോട് ചേർത്ത് വയ്ക്കും. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ ഉൾക്കണ്ണുകൾ കൊണ്ട് കാൽവരി കുന്നിലെ യേശുവിൻ്റെ മരണമൊന്ന് കാണാമോ?
കാൽവരിക്കുന്നിൽ നമ്മുടെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്ത് പാപപരിഹാര ബലിയായി മൂന്നാണിമേൽ പിടഞ്ഞ് മരിക്കുന്ന യേശുവിൻ്റെ മുഖം ഒന്ന് കാണാമോ? യേശുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുക. യേശുവിൻ്റെ മുഖം വികൃതമായിരിക്കുന്നു. ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നു, കണ്ടവർ അമ്പരന്ന് പോയി. മനുഷ്യരെന്ന് തോന്നാത്ത വിധം അത്രമാത്രം വിരൂപനാക്കപ്പെട്ട യേശു. യേശുവിൻ്റെ ശരീരത്തിൽ മുറിവേൽക്കാത്ത ഒരു ഭാഗവുമില്ല. യേശുവിൻ്റെ ശിരസിൽ വലിയൊരു മുൾക്കിരീടം തറയ്ക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ കണ്ണുകളൊക്കെ തകർന്ന അവസ്ഥയിലാണ്. ശരീരത്തിൽ ഉഴവ് ചാലുകൾ കീറിയിരിക്കുന്നു. മനുഷ്യരെന്ന് തോന്നാത്ത വിധം അത്രമാത്രം വിരൂപനാക്കപ്പെട്ട യേശു. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും അവിടുന്ന് കാണിച്ചു കൊടുത്തു. തുപ്പലിൽ നിന്നും നിന്ദനത്തിൽ നിന്നും അവിടുന്ന് തൻ്റെ മുഖം തിരിച്ചില്ല എന്ന് വചനം എഴുതുമ്പോൾ യേശു അനുഭവിച്ച കഠിന യാതനകളാണ് അർത്ഥമാക്കുക. യേശുവിൻ്റെ തിരുവിലാവിലേക്കൊന്ന് നോക്കുക. ഒരു വലിയ ആഴത്തിലുള്ള മുറിവ്, അവസാനത്തുള്ളി രക്തവും നമുക്ക് വേണ്ടി ചിന്തിയതിൻ്റെ വലിയ അടയാളമല്ലേ? ആ തിരുമുറിവ് ഇന്നും നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. പാപികളായ ഏതെല്ലാം വ്യക്തികൾ ആ കാൽവരി കുരിശിൻ്റെ ചുവട്ടിലേക്ക് കടന്നു വരുന്നോ, ആ കാൽവരി കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ഒരു തുള്ളി തിരുരക്തവും യേശുവിൻ്റെ ശക്തിയും എല്ലാ പാപങ്ങളും നമ്മളെ വിടുവിക്കും. ഈ രാത്രി പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, യേശുവേ, ചങ്കിലെ ചോര കൊണ്ട് നീ ഞങ്ങളെയും വീണ്ടെടുത്തവനല്ലേ? ആ ചങ്കോട് ചേർന്നിരിക്കാൻ കൃപ നൽകണമേ. എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെക്കുറിച്ചെല്ലാം, ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെക്കുറിച്ചും അനുദപിച്ച് അങ്ങയുടെ സ്വന്തമായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു. യേശുവേ, നിന്നിൽ ഞാൻ ചാരിടുന്നു. ചങ്കിലെ ചോര കൊണ്ട് എൻ്റെ യേശുവേ, അവൻ എന്നെയും വീണ്ടെടുത്തു. ചെയ്യാൻ വേണ്ടി ചുറ്റി സഞ്ചരിച്ചവനാണ് യേശു. അനുഗ്രഹിക്കാനായി ഉയർത്തിയ കരങ്ങളിലേക്ക് വലിയ ആണികൾ ആഴത്തിൽ അടിച്ചിറക്കി. നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച യേശുവിൻ്റെ പാദങ്ങൾ കുരിശോട് ചേർത്ത് അവർ അണിയടിച്ചു. ദൈവമേ, ഈ വേദനയെല്ലാം അനുഭവിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞങ്ങൾ അറിയുന്നു. ക്ഷമിക്കണമേ. നന്മ ചുറ്റി നടന്നവനേ, കണ്ണിൽ ദയവില്ലാതെ ദുഷ്ടരടിച്ചുവല്ലോ. യേശുവേ, നാടെങ്ങും നന്മ ചുറ്റി നടന്നവനേ, എൻ്റെ യേശുവേ, ആ ചങ്കോട് ചേർന്നിരിക്കാൻ കാൽവരിക്കുന്നിൽ നിന്ന് അവിടുന്ന് വേദനയോടെ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. യേശുവിന് കുടിക്കാൻ വിനാഗിരി കൊടുത്തെങ്കിലും അത് കുടിച്ചില്ല എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. കാരണം യേശുവിൻ്റെ ദാഹം ജലത്തിന് വേണ്ടിയുള്ള ദാഹമല്ല, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ്. എനിക്കും നിനക്കും വേണ്ടിയുള്ള ദാഹമാണ്.
യേശുവേ, അങ്ങയുടെ ആത്മദാഹം ശമിപ്പിക്കാൻ ദൈവമേ അവിടുന്ന് എന്നിലേക്ക് കൃപ വർഷിക്കണമേ. പ്രാർത്ഥിക്കുന്നു. ക്ഷീണിച്ചു ക്രൂശിൽ നിന്ന് ദാഹിച്ചു വെള്ളം വീണു. യേശുവേ, കണ്ണീർ ദയവില്ലാതെ നാഥാ, കൈപ്പു പാനി കൊടുത്തു. എന്റെ യേശുവേ, ക്ഷീണിച്ചു ക്രൂശിൽ നിന്ന് ദാഹിച്ചു വെള്ളം വീണു. കണ്ണീർ ദയവില്ലാതെ കൈപ്പു രണ്ട് കരങ്ങളും ഈ യാചനാർത്ഥത്തിൽ യേശുവിന്റെ നേരെ നീട്ടിപ്പിടിച്ച് ചങ്കിലെ ചോര കൊണ്ട് യേശുവേ, ആരെന്നെയും വീണ്ടെടുത്തു. എന്റെ പൊന്ന് യേശുവേ, ചങ്കോടണച്ചാനേ യേശുവേ, നിന്നിൽ ഞാൻ ചാരിടുന്നു. കരങ്ങൾ ഈ യാചനാർത്ഥം നീട്ടിപ്പിടിച്ച് എല്ലാവരും ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 കാൽവരിക്കുന്നിൽ എനിക്ക് വേണ്ടി ചിന്തിയ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ എന്റെ കൊടും പാപങ്ങളെ ഏറ്റെടുക്കണമേ. കരങ്ങൾ ഉയർത്തി അതരം തുറന്ന് മനസ്സ് തുറന്ന് എല്ലാവരും ഉറക്കെ വിളിക്കട്ടെ. യേശുവേ, 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 നിന്റെ തിരുരക്തത്താൽ എന്റെ കൊടും പാപങ്ങളെ കഴുകണമേ. യേശുവേ, സ്വരമുയർത്തി വിളിക്കാമോ? യേശുവേ, കഴുകണമേ. യേശുവേ, കഴുകണമേ യേശുവേ, കഴുകണമേ കുടുംബാവങ്ങൾ, കഴുകണമേ കുടുംബാവങ്ങൾ. ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. എൻ്റെ യേശുവേ, അവിടുന്ന് എൻ്റെ എണ്ണമില്ലാത്ത പാപങ്ങൾ യാതൊരു ഉപാധികളും കൂടാതെ ക്ഷമിക്കുന്നവനാണെന്ന് എനിക്കറിയാം. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ചെറുതെന്ന് കരുതി അവഗണിക്കുന്ന ഒത്തിരിയേറെ പാപങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ ഈ പ്രായത്തിനിടയിൽ എത്രയോ ധ്യാന ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ടുണ്ട്, എത്രയോ ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്. എങ്കിലും യേശുവേ, ഒരു മാനസാന്തരവും ഒരു ചലനവുമില്ലാതെയാണ് ഞാൻ ഇന്നും മുന്നോട്ട് നീങ്ങുന്നത്. ഒരു പുതിയ സൃഷ്ടിയാകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിലെ ഒരു ദുശീലം പോലും ഇല്ലാതാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഈശോയെ, ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ്, അവിടുന്ന് എനിക്ക് നൽകുന്ന ഈ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിൻ്റെ അവസരമാക്കി മാറ്റണമേ. നാളുകളായി എന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചില ദുശീലങ്ങൾ നിന്നെ വിടുവിക്കണമേ. നുണ പറയുന്ന സ്വഭാവം, മോഷ്ടിക്കുന്ന സ്വഭാവം, ചീത്ത പറയുന്ന സ്വഭാവം, മദ്യപിക്കുന്ന സ്വഭാവം, ഇങ്ങനെ മറ്റുള്ളവരെ വിമർശിക്കുന്ന സ്വഭാവം, ഏതെങ്കിലും മേഖലകളിൽ എനിക്കൊരു ദുശീലമുണ്ടെങ്കിൽ ദൈവമേ ഏറ്റെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, പ്രത്യേകിച്ച് ദൈവമേ, ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനം വഴിയോ രണ്ടാം പ്രമാണ ലംഘനം വഴിയോ എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പാപത്തിൻ്റെ കെട്ടുകൾ ഉണ്ടെങ്കിൽ ദൈവമേ, അവയെ ഞാൻ അങ്ങയുടെ സന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ. ദൈവീക കാര്യങ്ങൾക്ക് വില കൊടുക്കാതെ, ആത്മീയ കാര്യങ്ങൾക്ക് താല്പര്യം കാണിക്കാതെ ഞാൻ യേശുവിൽ നകന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് അനുദപിക്കുന്നു. ദൈവീക കാര്യങ്ങളെ നിസ്സാരമായി കണക്കാക്കിയ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അശ്രദ്ധമായി ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുത്ത നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. യേശുവേ, ഞായറാഴ്ച ആചരണത്തിൽ അലംഭാവം കാണിച്ചതിനെ ഓർത്ത്, അലസമായി അതിൽ പങ്കെടുത്തതിനെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട വൈദികരെയും സമർപ്പിതരെയും തിരുസഭയെയും കുദാശകളെയും പുച്ഛിക്കുകയും പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്ത നിമിഷങ്ങളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. രണ്ട് കരങ്ങൾ യാചന നീട്ടിപ്പിടിച്ച് ഒരിക്കൽ കൂടി യേശുവേ, 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 നിന്റെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ, എന്റെ കൊടു പാപങ്ങൾ ഏറ്റെടുക്കണമേ എന്ന് ആഗ്രഹിച്ച് ഒന്നുകൂടെ വിളിക്കാമോ? യേശുവേ, യേശുവേ, യേശുവേ എന്നുറക്കെ വിളിക്കട്ടെ. കഴുകണമേ യേശുവേ, കഴുകണമേ എന്റെ കുടുംബം. സ്വരമുയർത്തി വിളിക്കേ. യേശുവേ,
കഴുകണമേ കഴുകണമേ എൻ്റെ കൊടുംപാപങ്ങൾ. ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. പ്രിയപ്പെട്ട ദൈവവൈതല്, തമ്പുരാന്റെ സന്നിധിയിൽ സാധിക്കുന്നവർ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണിത്. എളിമയോടുകൂടി മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരിയേറെ വിഷമിപ്പിക്കുന്ന, എനിക്ക് തന്നെ നിയന്ത്രിക്കാനാവാത്ത എൻ്റെ ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ, ഓ ദൈവമേ, എന്നിലുള്ള ആത്മാവിനെ വേദനിപ്പിക്കുന്ന, നിർവീര്യമാക്കുന്ന ജഡികമായ അഭിലാഷങ്ങൾക്ക് ഞാൻ അടിപ്പെട്ടിരിക്കുകയാണ്. ഈശോയെ, എൻ്റെ ശരീരത്തിൽ വിശുദ്ധിയില്ല. നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനും പറ്റാത്ത രീതിയിൽ എൻ്റെ ഭാവനകളും ചിന്തകളും മനസ്സുമെല്ലാം ഇന്ന് മലീമസമായിരിക്കുകയാണ്. അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുക. എൻ്റെ സംസാരത്തിലും എൻ്റെ പ്രവൃത്തിയിലുമെല്ലാം തിന്മ നിഴലിക്കാൻ കാരണം എൻ്റെ ഹൃദയം തിന്മയുടെ ഒരു വലിയ ഉത്തരങ്ങാണ്. യേശുവേ, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ ജഡികമായ പാപങ്ങൾ, മദ്യപാനം, പുകവലി, ലഹരി പദാർത്ഥങ്ങൾ, അടിമത്തങ്ങൾ, ചിത്രങ്ങളും ചീത്ത കൂട്ടുകെട്ടുകളും ചീത്ത സംസാരങ്ങളും അശ്ലീല പ്രവൃത്തികളും എല്ലാം എൻ്റെ ജീവിതത്തെ ബന്ധിച്ചിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ. എനിക്ക് തന്നെ നിയന്ത്രിക്കാനാവാത്ത എൻ്റെ അഭിലാഷങ്ങളെ അങ്ങയുടെ കരം നീട്ടി അനുഗ്രഹിക്കണേ ദൈവമേ. അങ്ങ് തൊട്ടാൽ, അങ്ങയെ തൊട്ടാൽ അനുഗ്രഹവും വിടുതലും ഉണ്ടല്ലോ. പ്രിയപ്പെട്ട ദൈവപൈതലെ, നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ കെട്ടുകളിൽ നിന്നും ബന്ധനം അഴിയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് കാൽവരിക്കുന്നിൽ നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി നമ്മുടെ സർവ്വ പാപങ്ങളും ഏറ്റെടുത്ത യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ തന്നെ വിട്ടുകൊടുത്തു. ഒരിക്കൽ കൂടി എല്ലാവരും സ്തുതിക്കട്ടെ. യേശുവേ, 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 യേശുവേ. ഉറക്കെ വിളിക്കട്ടെ, യേശുവിന്റെ നാമത്തെ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവമേ, ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരണമേ. നാളുകളായി സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ തഴക്ക ദോഷങ്ങളിൽ നിന്നും ശാരീരികമായ അഭിലാഷങ്ങളിൽ നിന്നും പ്രവണതകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജഡത്തിന്റെ എല്ലാ അരൂപികളും ശക്തികളും വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധരം തുറന്ന് മനസ്സ് തുറന്ന് ഒരിക്കൽ കൂടി ഉറക്കെ വിളിക്കട്ടെ, യേശുവേ, യേശുവേ, നിൻ തിരുരക്തത്താൽ കഴുകണമേ. യേശുവേ, കഴുകണമേ എൻ്റെ കൊടുംപാപങ്ങൾ. യേശുവേ, 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 നിൻ തിരുരക്തത്താൽ കഴുകണമേ. യേശുവേ, കഴുകണമേ എൻ്റെ കൊടുംപാപങ്ങൾ. കഴുകണമേ എൻ്റെ കൊടുംപാപങ്ങൾ. കരങ്ങൾ കൂപ്പി പിടിക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ യേശുവിനോട് വിവരിച്ച് പറയാം. 119 സങ്കീർത്തനം 26 വാക്യം. എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. എൻ്റെ യേശുവേ, എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറെ അലട്ടുന്ന ഒരു വിഷയമാണ് ഈശോയെ. എനിക്കൊരു പശ്ചാത്താപം തോന്നുന്നില്ല, എനിക്കൊരു അനുതാപം തോന്നുന്നില്ല ഈശോയെ. പലപ്പോഴും വചനം കേൾക്കുമ്പോഴും ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ എന്നോട് മന്ത്രിക്കുകയാണ്, ഇതൊക്കെ എത്ര കേട്ടിരിക്കുന്നു, ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ എല്ലാവരും പറയും, ഇതൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല, പാപം ഉപേക്ഷിച്ചൊരു വിശുദ്ധ ജീവൻ നിന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ആരൊക്കെ എന്നോട് പറയുകയാണ് എൻ്റെ ഉള്ളിൽ നിന്ന്. ഒപ്പം ദൈവമേ, എനിക്കൊരു പശ്ചാത്താപം തോന്നുന്നില്ല. ഈശോയെ, കാണാതായ കുഞ്ഞാടിന് ഒന്ന് നിലവിളിക്കാനെങ്കിലും പറ്റും, കാണാതായ ചെമ്പുതുട്ടിന് ഒന്ന് ചിലമ്പാൻ പോലും പറ്റില്ലല്ലോ. കാണാതായ ചെമ്പുതുട്ട് പോലെയാണ് ഞാൻ, ഒന്ന് നിലവിളിക്കാൻ പോലും പറ്റുന്നില്ല ഈശോയെ. ഈശോയെ, അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന എല്ലാ പാപികളെയും അവിടുന്ന് മാറോട് ചേർത്ത് അനുഗ്രഹിച്ചെന്ന് എനിക്കറിയാം ഈശോയെ. എങ്കിലും അങ്ങ് നൽകുന്ന സൗജന്യ പാപക്ഷമ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ഹൃദയം കഠിനമായി പോയി ഈശോയെ. ഈ രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ, അങ്ങയുടെ കരം നീട്ടി എന്നെ അനുഗ്രഹിക്കണമേ. ഒപ്പം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ പറയുകയാണ്, നിനക്ക് പാപമൊന്നുമില്ല, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന പാപങ്ങളാണ്, ഇതൊന്നും ഇല്ലാണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ സ്വയം ന്യായീകരിക്കുന്ന ഒരവസ്ഥയുണ്ട്. പാപമില്ല എന്ന് പറഞ്ഞ് എന്നെ തന്നെ ന്യായീകരിച്ച നിമിഷങ്ങളെ ഓർത്ത് അനുദപിക്കുന്ന കർത്താവേ, എത്രയും പെട്ടെന്ന് ഒരു നല്ല കുമ്പസാരം നടത്തി അങ്ങയുടെ പ്രിയപ്പെട്ട മകനും മകളുമായി തീരാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാപമെന്നിൽ ഇല്ല എന്ന് നിരന്തരം ഞാനോർത്തു പോ. യേശുവേ, നീ
ചമന്നേ ചെയ്യേണ്ട നന്മകൾ മറന്നു പോ എൻ്റെ യേശുവേ പാപമെന്നിൽ ഇല്ല എന്ന് നിരന്തരം ഞാനോർത്തു പോ എൻ്റെ പൊന്നേശുവേ നീതിമാന ഞാൻ ചമന്നേ ചെയ്യേണ്ട നന്മകൾ രണ്ട് കരങ്ങളും യേശുവിന്റെ നേരെ നീട്ടി യേശുവേ യേശുവേ ഉറക്കെ വിളിക്കട്ടെ യേശുവേ യേശുവേ അതിന് തുറന്ന് യേശുവേ യേശുവേ കനിയൂ യേശുവേ അകന്നു പോകാതെ എന്നാത്മനെ പകരണേ എന്നും എൻ ജീവനിൽ പകരണേ എന്നും എൻ ജീവനിൽ. തുടർന്നുള്ള നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യനാഥൻ ആശീർവാദത്തിനായി തൻ്റെ കരങ്ങൾ നീട്ടുകയാണ്. പ്രിയപ്പെട്ട ദൈവപൈതലെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഈ ആരാധനയെ പ്രാർത്ഥിക്കുന്ന അനേകം മക്കളിലേക്ക് ദൈവം തൻ്റെ കരുണയുടെ കര നീട്ടുന്നുണ്ട്. യേശു നിന്നെ സ്നേഹിക്കാൻ, നിന്നെ അനുഗ്രഹിക്കാൻ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ സദാ സന്നദ്ധനായി ഇതാ നിൽക്കുന്നു. ഞാനിതാ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടൊപ്പം അകത്ത് പ്രവേശിച്ച് ഭക്ഷണത്തിലിരിക്കും എന്ന യേശുവിൻ്റെ വചനം ഓർക്കുക. ഹൃദയ കവാടത്തിങ്കൽ വന്ന് മുട്ടുന്ന യേശുവിനെ നാം വെറും കൈയോടെ മടക്കി വിടാതെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി അൾത്താരയിലേക്ക് നോക്കി ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദത്തിനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി അധരം തുറന്ന് അടുത്ത് നിൽക്കുന്ന 2-3 പേരുകൾക്ക് ഉറക്കെ യേശുവേ 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 എന്ന് ഉറക്കെ വിളിക്കട്ടെ. യേശുവേ 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 യേശുവേ. ഓരോ സ്വരമുയർത്തി വിളിക്കാമോ? അധരം തുറന്ന് വിളിക്കാമോ? ദൈവം നിന്നെ തൊടട്ടെ. നിന്റെ ഹൃദയ കവാടങ്ങളിലേക്ക് യേശു കടന്നു വരട്ടെ. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ. എല്ലാ അശുദ്ധിയും എല്ലാ തിന്മയുടെ ശക്തികളും യേശു എടുത്തു മാറ്റി ഒരു നല്ല യേശുവിന്റെ മകനും മകളുമായി തീരാൻ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ സർവ്വമാ അടിയനിതാ അടിയനിതാ നാദാ അടിയനിതാ നാദാ. യേശുവിനെ സ്നേഹിക്കാൻ അഭിഷേകം, യേശുവിനെ സ്നേഹിക്കാൻ അഭിഷേകം, യേശുവിനെ സ്നേഹിക്കാൻ അഭിഷേകം, യേശുവിനെ സ്നേഹിക്കാൻ അഭിഷേകം. പരിശുദ്ധാത്മാവേ നൽകണമേ, അഭിഷേകം ഞങ്ങൾക്കു നൽകണം.